അനുദിന വിശുദ്ധർ ജൂൺ 7 വിശുദ്ധ റോബർട്ട് ന്യൂമിനിസ്റ്റർ. 12-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ ഗാർഗ്രേവിലാണ് വിശുദ്ധ റോബർട്ട് ജനിച്ചത്. പാരീസിലെ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ റോബർട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ഗാർഗ്രേവിലെ ഇടവക വികാരിയാവുകയും ചെയ്തു. 1132 അദ്ദേഹം ഇംഗ്ലണ്ടിലെ വിറ്റ്ബിയയിലെ ആശ്രമത്തിലെ സന്യാസിയായി. ആയിടയ്ക്കാണ് ബെനഡിക്റ്റൻ നിയമസംഹിത തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർത്തിയ കാരണത്തിന് യോർക്കിലെ സെൻറ്റ് മേരീസ് ആശ്രമത്തിലെ 13 സന്യാസിമാരെ പുറത്താക്കിയ വാർത്ത വിശുദ്ധൻ അറിഞ്ഞത്. ശൈത്യകാലത്തിൻ്റെ മധ്യത്തിൽ വിശുദ്ധൻ ആ 13 സന്യാസിമാർക്കൊപ്പം ചേരുവാനായി വിറ്റ്മിയയിലേക്ക് പോയി. റിപ്പോണിന് സമീപമുള്ള സ്കെൽഡ് നദിയുടെ തീരത്ത് മരച്ചില്ലകൾ കൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു കുടിലിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. വസന്തകാലമായപ്പോഴേക്കും അവർ ക്ലെയർ ഓക്സിലേക്ക് പോവുകയും 2 വർഷത്തോളം അവിടെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുകയും ചെയ്തു. അധികം താമസിയാതെ ജനങ്ങൾ അവരുടെ ദിവ്യത്വത്തെക്കുറിച്ച് അറിഞ്ഞു. ഇത് മറ്റൊരു സന്യാസിയാർത്ഥിയെയും അവരുടെ പക്കലെത്തിച്ചു. യോർക്കിലെ ഡീനായിരുന്ന ഹഗ്ഗായിരുന്നു അത്. അദ്ദേഹം തൻ്റെ സ്വത്ത് മുഴുവൻ ആ സന്യാസ സമൂഹത്തിന് സംഭാവന ചെയ്തു. കൂടാതെ ഫൗണ്ടൻസിലെ ആശ്രമത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു. 1137 മോർപ്പത്തിലെ പ്രഭുവായിരുന്ന റൈനുൾഫ് ഫൗണ്ടേഷൻസിലെ ആശ്രമത്തിലെ സന്യാസിമാരുടെ ജീവിതത്തിൽ ആകൃഷ്ടനായി നോർത്തബർലാൻഡിൽ അവർക്കായി ന്യൂമിനിസ്റ്റർ എന്ന പേരായ മറ്റൊരു ആശ്രമവും പണികഴിപ്പിച്ചു. വിശുദ്ധ റോബർട്ടായിരുന്നു അവിടുത്തെ ആശ്രമാധിപതിയായത്. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയും നിർദ്ദേശങ്ങളും തൻ്റെ സഹോദര സന്യാസിമാരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ ഭവനത്തിൽ നിന്നും 3 സമൂഹങ്ങൾ കൂടി ഉണ്ടാവുകയും ഈ ആശ്രമം വിശുദ്ധിയുടെ കേന്ദ്രമായി മാറുകയും ചെയ്തു. കൂടാതെ 1143 പൈപ്പ് വില്ലിലും 1147 റോച്ചയിലും 1148 സാവിലിയിലുമായി 3 ആശ്രമങ്ങൾ കൂടി വിശുദ്ധൻ സ്ഥാപിച്ചു. വിശുദ്ധ റോബർട്ട് അദ്ദേഹത്തിൻ്റെ ദയ, വിശുദ്ധി, ആഴമായ ആത്മീയത തുടങ്ങിയ കാരണങ്ങളാൽ വളരെയേറെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയിൽ ശക്തമായി ആശ്രയിക്കുകയും അതിൽ മുഴുകുകയും ചെയ്തു. കൂടാതെ ഒരു ആത്മീയ എഴുത്തുകാരനും പിശാച് ബാധ ഒഴിപ്പിക്കുന്നവനുമായിരുന്നു വിശുദ്ധൻ. കഠിനമായ ജീവിതം നയിക്കുകയും ആഹാരവും വെള്ളവും ഉപേക്ഷിച്ച് ഉപവസിക്കുകയും ചെയ്യുക അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു, പ്രത്യേകിച്ച് നോമ്പിൻ്റെ കാലഘട്ടങ്ങളിൽ. ഒരു ഈസ്റ്റർ ദിനത്തിൽ നോമ്പിലെ ഉപവാസം കാരണം വിശുദ്ധൻ്റെ ഉദരം ക്ഷയിക്കുകയും വളരെ ക്ഷീണിതനാവുകയും ചെയ്തു. അവസാനം വിശുദ്ധൻ തേനിൽ അപ്പം മുക്കി കഴിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ ആ ഭക്ഷണം വരുന്നതിന് മുമ്പ് വിശുദ്ധൻ തൻ്റെ തീരുമാനം മാറ്റുകയും അതിൽ തൊടുക പോലും ചെയ്യാതെ അത് പാവങ്ങൾക്ക് കൊടുക്കുകയും ചെയ്തു. ദിവ്യനായിരുന്ന ഹിൻചോലയിലെ വിശുദ്ധ ഗോഡ്രിക്കിനെ വിശുദ്ധ റോബർട്ട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. 1159 വിശുദ്ധൻ മരിക്കുന്ന അവസരത്തിൽ ഒരു തീഗോളത്തിൻ്റെ രൂപത്തിൽ വിശുദ്ധ റോബർട്ടിൻ്റെ ആത്മാവിനെ വിശുദ്ധ ഗോഡ്രിക്ക് കണ്ടു. പ്രകാശപൂരിതമായ മാർഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ മാലാഖമാർ കൊണ്ടുപോകുന്നതും സ്വർഗത്തിൻ്റെ കവാടങ്ങൾ അവർക്കായി തുറക്കുന്നതുമാണ് അദ്ദേഹം കണ്ടത്. 1159 ജൂൺ 7 വിശുദ്ധൻ മരിക്കുന്നതുവരെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സന്യാസിമാരും താമസിച്ചിരുന്ന ന്യൂമിനിസ്റ്റർ ആശ്രമത്തിൻ്റെ പേരും വിശുദ്ധ റോബർട്ട് തൻ്റെ നാമത്തോടൊപ്പം ചേർത്തു.